നമുക്കിന്ന് രാവിലെ ഓട്സ് കൊണ്ട് ഇൻസ്റ്റൻ്റായി ഒരു ദോശ ഉണ്ടാക്കാം. വളരെ ഈസിയാണ്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു ഗ്ലാസ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്, അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ റവ, ഉപ്പുമാ റവയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ. പലരും ചോദിച്ചിരുന്നു ഓട്സ് ഇങ്ങനെ കുഴഞ്ഞ് പറ്റി പിടിക്കാത്ത തരത്തിലുള്ള ദോശയുടെ റെസിപ്പി ഒന്ന് ഇടാമെന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് ഇടാമെന്ന് വെച്ചത്. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചൊരു 10 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. രാവിലെ നമുക്ക് അരി ഉഴുന്നൊന്നും അരച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ തന്നെ നല്ലതല്ലേ ഇത്, ഓട്സിൻ്റെ പലതരത്തിലുള്ള വിഭവങ്ങൾ. ഇതിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിനെയും അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതരച്ച് നമുക്കങ്ങനെ വെക്കേണ്ട ഒന്നുമില്ല. നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ദോശ ചുട്ട് തുടങ്ങാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് വെള്ളം കുറച്ചുകൂടെ വേണ്ടി വരും. ദോശമാവിൻ്റെ ആ ഒരു പാകത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജാറിലൊരു അര ഗ്ലാസ് വേണം. എനിക്ക് 2 ഗ്ലാസ് വെള്ളം ടോട്ടൽ വേണ്ടി വന്നിട്ടുണ്ട്. നോക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അരി ഉഴുന്ന് അരച്ച് വയ്ക്കുകയോ അല്ല, നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ദോശ ഇടാനായിട്ട് തുടങ്ങാം. ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചെറുതായിട്ട് ചൂടായാൽ മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ദോശ നിരത്താൻ പറ്റുകയില്ല. എന്നിട്ടൊന്ന് തിന്നായിട്ട് ഇത് പരത്തി കൊടുക്കാം. ചൂടിൻ്റെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിലേക്ക് പോകും മാവെല്ലാം കൂടെ, നമുക്ക് ദോശ നിരത്താൻ പറ്റുകയില്ല. അപ്പോൾ അത് മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണയോ നെയ്യോ, ഞാനിപ്പോൾ നല്ലെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ കാണിച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്തതിൽ. തീപ്പം അല്പം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കണം. ചുട്ടതിന് ശേഷം ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട്. നല്ല മൊരിഞ്ഞ ദോശ കിട്ടും, നമ്മൾ റവ കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഇപ്പോൾ 2 സൈഡും ഇതുപോലെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തീ കുറയ്ക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ ദോശ മാവ് ഒഴിച്ചു കൊടുക്കാവൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ചൂടും. അതിനുശേഷം അല്പം ഒരു തീ കൂട്ടി മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ദോശയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓട്സ് ദോശ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ദോശ, ഓട്സ് ദോശ നമുക്കിതിൽ തയ്യാറാക്കാം.